കല്യാണം മുടങ്ങിപ്പോയിലുള്ള ദേഷ്യം. അതിന് കല്യാണം മുടങ്ങിയത് നിത്യകാരണം അല്ലല്ലോ, അവനെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ടല്ലേ. എന്റെ തങ്കച്ചി ജയിലിൽ നിന്ന് തിരിച്ചു വന്നല്ലോ. അപ്പൊ ആരാ കല്യാണത്തിന് എതിരെന്ന്? നിത്യല്ലേ? പക തോന്നാൻ വേറെ എന്തെങ്കിലും കാരണം വേണം. അവനെ സൂക്ഷിക്കുന്നത് നല്ലതാ, അല്ലെങ്കിൽ നിത്യയുടെ സ്ഥാനത്ത് നാളെ നമ്മളായിരിക്കും. എന്തോ എനിക്ക് ശരത്തിനെ സംശയിക്കാൻ തോന്നുന്നില്ല. അത് അടുപ്പം കൊണ്ട് തോന്നണ. അവൻ പ്രശ്നമാണ് തങ്കച്ചി. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുത്തനാണ് അവൻ. എനിക്ക് അവനെ തന്നെ സംശയം. തെളിവ് എന്തെങ്കിലും വേണ്ടേ സ്വാമി? നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെന്ന് കരുതി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മോശമല്ലേ? ഇപ്പുള്ളത് സാഹചര്യ തെളിവുകൾ മാത്രം. 2 സാധ്യതകളാ നിത്യയുടെ മരണത്തിലുള്ളൂ. ഒന്നുകിൽ പുറത്തുനിന്ന് ആരെങ്കിലും, എന്ന് വെച്ചാ മുൻ വൈരാഗ്യമൊന്നുമില്ലാത്ത ആരെങ്കിലും, അല്ലെങ്കിൽ അകത്തുള്ളവര്. അതിലൊന്നാം പേരുകാരൻ ശരത്ത. തങ്കച്ചീനോട് സ്നേഹമുള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവനൊരു കയ്യകലത്തിൽ നിർത്തുന്നതാണ് നല്ലത്. അത് ഞാൻ ഏറ്റു. എന്നോട് കളിക്കാൻ വന്ന അവൻ വിവരം അറിയും. നിത്യയുടെ സ്ഥാനത്ത് പിന്നെ അവനായിരിക്കും എന്ന് തങ്കച്ചിക്ക് വെറുതെ തോന്നുന്നതാ. നിൽക്കാൻ അറിയുന്നവനാ ശരത്ത്. അവൻ തീർക്കണമെന്ന് തീരുമാനിച്ചാ തീർത്തിരിക്കും. അത് തങ്കച്ചിയായാലും അതെ, ആരായാലും അതെ. എവിടുന്നാ സ്വാമി വരുന്നത്? ഞാൻ അമ്പലത്തിൽ നിന്ന് വരുന്ന. ഏതമ്പലത്തിൽ? അതെന്തിനാ സാർ അറിയുന്നത്? അല്ല, തങ്കച്ചി എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ചോന്നറിയാൻ വേണ്ടി ചോദിച്ചാ. തങ്കച്ചിയുടെ ഭക്തന്മാരെല്ലാം കൂടി ചേർന്ന് അവർക്ക് വേണ്ടി അമ്പലം വിടുന്നോണ്ടിരിക്കുമല്ലേ. എന്നിട്ട് എന്തു പറഞ്ഞു തങ്കച്ചി? ഓ, അതിന് തങ്കച്ചി അല്ലല്ലോ സംസാരിക്കാറ്, സ്വാമിയല്ലേ. എല്ലാ വിവരങ്ങളും തങ്കച്ചിയോട് പറഞ്ഞോ? ഞാൻ അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവിടെ പറയാറില്ല. എന്തിനാ സ്വാമി താനിങ്ങനെ നുണ പറയുന്നത്? തങ്കച്ചിയും ജയശങ്കർ സാറും തമ്മിൽ ഇത്രയും അകലാൻ കാരണം താനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുക, അതല്ലേടോ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നും മനുഷ്യനെ ഒന്നാക്കാനേ നോക്കിയിട്ടുള്ളൂ. എത്ര തവണ കേസ് ഒഴിവാക്കാൻ ശ്രമിച്ചു. ആരെ സഹകരിക്കാത്ത? നിങ്ങളൊക്കെ തന്നെയല്ലേ സാറേ? എന്നെ വെറുതെ കുറ്റം പറയേണ്ട സാർ. ഞാൻ ആരെയും തെറ്റിക്കാറില്ല. ശരി, നിത്യയുടെ മരണത്തില് തനിക്കാരെയ സംശയം? എനിക്ക് ആരും സംശയം. ആരെയും? ആരെയും. ശരത്തിന് സംശയമില്ല? ഇല്ല. നിത്യ എങ്ങനെ മരിച്ചു എന്ന് താൻ വിചാരിക്കുന്നത്? എനിക്കറിയില്ല. നിത്യ എന്റെ ആരുമല്ലല്ലോ. അതുകൊണ്ട് ആ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. നിത്യ സിദ്ധുവിന് പെങ്ങളെ പോലെയാ. അതേ വികാരം തന്നെയാ എനിക്കും. അവളെക്കുറിച്ച് എന്തെങ്കിലും അപവാദം ആരോടെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ. അറിയാലോ, പഴയ നിരഞ്ജനല്ല ഞാനിപ്പോ. ഞാൻ ആരോടൊന്നും പറയില്ല സാർ. പറയരുത്. നിത്യയെക്കുറിച്ച് മാത്രമല്ല, ജയശങ്കർ സാറിനെ കുറിച്ചോ ഞങ്ങളെ ആരെങ്കിലും കുറിച്ചോ ഒന്നും പറയരുത്. എനിക്കിഷ്ടമല്ല. മറിച്ചെങ്ങാനും സംഭവിച്ചു എന്ന് ഞാൻ അറിഞ്ഞ, സ്വാമി, എന്റെ തനി സ്വഭാവം താൻ കാണേണ്ടി വരും. ഇല്ലെന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാറേ. ഇത് മാത്രമല്ല, പലതും ചെയ്യാൻ എനിക്കറിയാം. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. ഓക്കെ.